ഹായ്, ഫേസ്ലെസ് ആണ്. ഞാനിപ്പം വന്നതേ, ഞാനൊരു റീല് കണ്ടു. ഞാനത് കാണിച്ചു. ഇതാണ് ആ റീല്. എന്റെ പേര് ഷെല്ലി എന്നാണേ. അപ്പം ഇതുപോലെ താങ്കൾക്ക് മുലപ്പാൽ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പം അത് തരാൻ വേണ്ടി വിളിച്ചതായിരുന്നു. അറിയാതെ പറ്റിപ്പോയ അബദ്ധമാണ്, ക്ഷമിക്കും. ഞാൻ അത് എനിക്ക് കടി കിട്ടി, ഞാൻ ഹോസ്പിറ്റലിൽ പോകണം, ഇല്ലെങ്കിൽ പോയി ആ കലാവിനെ കണ്ടിട്ട് സംസാരിക്കണം എന്ന് പറഞ്ഞ വണ്ടി വിളിച്ച് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ഇതില് ഈ വ്യക്തി എനിക്ക് വേണം പാല്, ഞാൻ വലിച്ചു കുടിച്ചോളാം, അങ്ങനെയൊക്കെ പറഞ്ഞ് കമന്റ് ഇട്ട വ്യക്തികളെല്ലാം, എനിക്ക് വാക്കുകളില്ല അവരെ കുറിച്ച് പറയാൻ, അത്രയും തരം താഴ്ന്ന മനോഭാവം ഉള്ളവരാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ തരംതാണ മനോഭാവം ഉള്ളവരെ ഒരു നോർമൽ പേഴ്സൺസ് എന്ന് പറയാൻ പറ്റില്ല. സൈക്കോളജിക്കലി അവർ ഇല്ലാണ് ശരിക്കും പറഞ്ഞാൽ. പിന്നെ നമ്മൾ മനുഷ്യത്വപരമായിട്ട് സംസാരിച്ച മനുഷ്യന്മാരിൽ നന്മയുള്ളവരുമുണ്ട്, തിന്മയുള്ളവരുണ്ട്. കൂടാതെ നമ്മൾ ഇപ്പം ഒരു മനുഷ്യനെ എടുത്തു കഴിഞ്ഞാൽ അവനിലും ഉണ്ട് നന്മയും തിന്മയും. ഒരു മനുഷ്യനും നന്മ മാത്രമുള്ളവനായിട്ട് ജീവിക്കില്ല, ഒരു മനുഷ്യനും തിന്മ മാത്രമുള്ളവനായിട്ട് ജീവിക്കില്ല. എല്ലാവരിലും ഉണ്ട് ഒരു നന്മയും തിന്മയും. അപ്പോൾ ഈ തിന്മയുടെ അംശം കൂടി നിൽക്കുമ്പോഴായിരിക്കും അവന്മാരൊക്കെ കമൻ്റ് ഇട്ടിട്ടുണ്ടാവുക. അത് തെറ്റാണ്. എത്ര പറഞ്ഞാലും തീരാത്ത തെറ്റാണ്. എത്ര ക്ഷമ പറഞ്ഞാലും തീരാത്ത തെറ്റാണ്. എത്ര ശിക്ഷ കൊടുത്താലും തീരാത്ത തെറ്റാണ്. കാരണം ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു കമൻറ്റുകൾ അടിച്ചവന്മാരെ എന്ത് പറയണമെന്ന് പോലും എനിക്കറിയില്ല. ബട്ട് സ്റ്റിൽ ഞാനൊരു കാര്യം പറയട്ടെ, ഇതിങ്ങനെ പുറകിന് നടന്ന് ടോർച്ചർ ചെയ്യേണ്ട കാര്യമുണ്ടോ? കൊടുത്തില്ലേ? ഇപ്പം നമ്മൾ ഓഡിയോ കേട്ട ആ വ്യക്തിക്ക് കിട്ടി, ആവശ്യത്തിലധികം കിട്ടി. പബ്ലിക്കായിട്ടിട്ട് നാറ്റിച്ചു, പബ്ലിക്കായിട്ടിട്ട് കൈവച്ചു. ഇതെല്ലാം കഴിഞ്ഞിട്ട് അയാൾ ക്ഷമ പറയാവുന്നിടത്തോളം പറഞ്ഞു കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടേണ്ട റീലിൻ്റെ റീച്ചിന് വേണ്ടി നമ്മൾ വീണ്ടും അയാളെ വിളിച്ച് അയാളെ ടോർച്ചർ ചെയ്യുന്നത് ശരിയാണോ? അല്ലെങ്കിൽ നാളെ അയാൾ ആത്മഹത്യ ചെയ്താൽ നമ്മൾ പറയുമോ? മലയാളികൾ പെട്ടെന്ന് വന്നാൽ, അല്ലെങ്കിൽ നമ്മൾ അയ്യോ അത് വേണ്ടിയിരുന്നില്ല, അത് ശരിയായ കാര്യമല്ല, അങ്ങനെ അയാൾ ക്ഷമ പറഞ്ഞതല്ലേ, എന്നിട്ട് നമ്മളത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറയുന്നതാണോ മനുഷ്യത്വം? അയാളുടെ തിന്മയാണ് ആ സമയത്ത് ആ കമൻ്റ് ഇടാൻ നേരത്ത് അയാളെ പ്രേരിപ്പിച്ചതെങ്കിൽ നമ്മളിങ്ങനെ കണ്ടിന്യൂസ്ലി ടോർച്ചർ ചെയ്യുമ്പോൾ നമ്മളിലെ നന്മ നശിച്ചു പോവുകയും നമ്മളുടെ തിന്മയല്ലേ ആക്ച്വലി പ്രവർത്തിക്കുന്നത്. അയാൾക്ക് കൊടുക്കാനുള്ളത് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞു, ഇനി അടുത്ത ആൾക്ക് വിളിച്ച് കൊടുക്ക്. പക്ഷേ ഇയാളെ ഡിപ്പെൻഡ് ചെയ്തൊരു ഫാമിലി ഉണ്ടെന്നുള്ള കാര്യം മറക്കരുത്. അയാളെ ഫിനാൻഷ്യലി മാത്രമല്ലായിരിക്കും ആ ഫാമിലി ഡിപ്പെൻഡ് ചെയ്യുന്നത്, സോഷ്യലി, ഇമോഷണലി എല്ലാം കമ്മിറ്റഡ് ആയിട്ട് ഒരു ഫാമിലി ഉണ്ടാവും. അപ്പോൾ അവരെയൊക്കെ നമ്മൾ ഓർക്കണമല്ലോ. നമ്മൾ ഭയങ്കര സെൽഫിഷ് ആകാൻ പാടില്ലല്ലോ. നമ്മളൊരു സമൂഹത്തിലല്ലേ ജീവിക്കുന്നത്. അപ്പം നമ്മൾ ഇത്രയ്ക്ക് അങ്ങോട്ട് സെൽഫിഷ് ആകാൻ പാടില്ലല്ലോ. അങ്ങനെ സെൽഫിഷായ ഒരു വ്യക്തിനെ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടതും സെൽഫിഷായ രീതിയിൽ തന്നെ അല്ലല്ലോ. ഇതിനൊക്കെ ഉത്തരമായിട്ട് നീ ഇപ്പം ചെയ്യുന്നതും വീഡിയോ അല്ലേ, ഇതിലൂടെയും അയാളെ പറയുകയല്ലേ എന്നൊക്കെ പറയുന്നവരുണ്ടാകാം. പക്ഷേ ഞാനിതൊരു അവയർനെസ് ആണ് തരുന്നത്. കാരണം നമ്മൾ പിന്നെയും തിന്മ സമൂഹത്തിലോട്ട് വിതയ്ക്കുന്നതിന് പകരം കുറച്ച് നന്മയും നമുക്ക് ചെയ്തുകൂടെ? ശിക്ഷ കൊടുക്ക്, ഒരു തവണ ആയിക്കോട്ടെ. അയാൾ മാപ്പ് പറഞ്ഞതിന് ശേഷവും നമ്മൾ അയാളെ ടോർച്ചർ ചെയ്യേണ്ട കാര്യമില്ല. മാത്രമല്ല, അങ്ങനെ ടോർച്ചർ ചെയ്യുന്നത് ശരിയായിട്ടുള്ള അപ്രോച്ചും അല്ല. പിന്നെ ഇതിന് ശേഷവും ഇയാൾ വീണ്ടും ഇതൊക്കെ ആവർത്തിക്കുകയാണെങ്കിൽ അയാൾ ശരിക്കും സൈക്കോളജിക്കലി ഇല്ല് തന്നെയാണ്. അപ്പൊ ആ പേഴ്സണെ നമ്മൾക്കൊരു ട്രീറ്റ്മെന്റിനാണ് വിധേയമാക്കേണ്ടത്. അതിനാണ് സമൂഹം അയാളെ വിട്ടുകൊടുക്കേണ്ടത്. അല്ലാതെ 24 മണിക്കൂറും ഫോൺ ചെയ്ത് ഞാനൊരു റീല് ചെയ്യാണ്, അല്ലെങ്കിൽ ഞാനൊരു വേറെന്തെങ്കിലും സോഷ്യൽ മീഡിയയിലൂടെ ഞാൻ ഇതിനു വേണ്ടി 10 പേരെ കാണിക്കാൻ വേണ്ടി വിട്. ഇതിൽ നിന്നൊന്നും നമ്മളൊന്നും നേടാൻ പോകുന്നില്ല. ഇപ്പം തന്നെ ഇതിനകത്ത് പോലീസ് എന്തുകൊണ്ട് അയാളെ അറസ്റ്റ് ചെയ്യുന്നില്ല ആ കമന്റിന്റെ പേര്? കാരണം അങ്ങനെ എൻ്റെ അറിവനുസരിച്ച് പ്രത്യേകിച്ച് അങ്ങനെ ഒരു കേസ് കൊടുത്ത് അയാളെ അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ എനിക്കറിയില്ല. ഇനി അഥവാ തന്നെ ആ കേസില്ലെങ്കിലും നമ്മൾ അയാളുടെ മേലെ കൈവച്ചപ്പോഴും അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണ്. അങ്ങനെ ചെയ്താൽ അത് വലിയ പ്രശ്നമാണ്. എന്നിട്ട് പോലും നമുക്കെതിരെ ഒരു കേസ് വന്നിട്ടില്ല. അത് ശരിക്കും അധികാരികൾ കണ്ണടയ്ക്കുന്നതാണ്. കാരണം അയാൾക്ക് കൊടുത്തോട്ടെ എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ അതിനർത്ഥം അയാളെ ജീവൻ എടുക്കുന്ന പോലെ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ത്രട്ടനിങ് സ്വഭാവത്തോടു കൂടി നമ്മൾ പെരുമാറാൻ വേണ്ടി വിട്ടുതരിക എന്നുള്ളതല്ല. ദയവേത് ഞാൻ ഈ പറഞ്ഞതിൻ്റെ സെൻസോടു കൂടി മാത്രം എടുക്കുക. പിന്നെ എനിക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് തോന്നിയത്, ഇതിനൊന്നും റിയാക്ട് ചെയ്യാൻ സജിൻ, അതായത് ആ പൊതുപ്രവർത്തകൻ, മുലപ്പാൽ ആവശ്യമുള്ള കുട്ടികളുണ്ടോ, എൻ്റെ ഭാര്യ അതിന് റെഡിയാണ് എന്ന് പറഞ്ഞ ആ വ്യക്തി അല്ലെങ്കിൽ ആ ഫാമിലി, അവര് ഇതിനൊന്നും വേണ്ടി റിയാക്ട് ചെയ്യാൻ പോയിട്ടില്ല. കാരണം പട്ടികൾ അവിടെ കിടന്ന് കുരയ്ക്കട്ടെ, നമുക്കെന്താ? നമ്മൾ ഒന്നിച്ച് നിൽക്കുക, നമ്മൾ ആവശ്യ സമയത്ത് മനുഷ്യർക്ക് വേണ്ടി ഉപകാരികളാകുക, അത്രേ ഉണ്ടായുള്ളൂ. അപ്പം നമുക്കും അദ്ദേഹത്തെ പോലെ വലിയ മനസ്സിനുടമകളാകാം. പക്ഷേ ശിക്ഷിക്കാതിരിക്കേണ്ട, ശിക്ഷിച്ചോളൂ. ഇത് കണ്ടിന്യൂസ്ലി ആവർത്തിക്കുമ്പോൾ അതിലൊരു തിന്മയല്ലേ? അതൊന്ന് ആലോചിച്ച് നോക്കൂ. അയാൾ കാലെ പിടിച്ച് സോറി പറഞ്ഞല്ലോ. അയാൾ ഇനി ഇത് ആവർത്തിക്കുകയല്ല. ഈവൻ അയാൾ ഇനി പാല് കണ്ടാൽ പോലും കുടിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതായത് പശുവും പാല് കണ്ടാൽ പോലും അയാൾ കുടിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല.
എന്നിട്ടും പിന്നെന്തിനാടോ ഇങ്ങനെ പുറകിന് നടക്കുന്നത്? അടുത്ത ആളെ നോക്ക്. ഈ ലിസ്റ്റിൽ കുറേ പേരുണ്ടല്ലോ, അവരെയൊക്കെ പോയി നോക്ക്. എന്നിട്ട് ഇയാളെ വെറുതെ വിട്, ജീവിച്ചു പൊക്കോട്ടെ. ഇതാ ഈ വീഡിയോ കണ്ടോ? നമസ്കാരം, ഞാൻ വിശ്വാസ് രഞ്ജിത്ത് എന്നാണ് എന്നെ അറിയപ്പെടുന്നത്. വിശ്വാസം എന്നാണ് എൻ്റെ പേര്. പിന്നെ ഇന്നലെ മുതൽ ഫേസ്ബുക്കിലും പിന്നെ മാധ്യമങ്ങളിലും ചാനലിലും എനിക്കെതിരെയായിട്ട് മറ്റേ വയനാട് നടന്ന ഒരു ജോർജ് കുട്ടി എന്ന് പറഞ്ഞ അവർക്കെന്തോ ഒരു പാലിൻ്റെ എന്തോ കേസിൽ ഒരു ചീറ്റിംഗ് കേസ് പറഞ്ഞതിൻ്റെ പേരിൽ ഞാനാണ് എന്നും പറഞ്ഞിട്ട് എന്നെ അടിച്ചു കുടിച്ച് ഈ നിലയിലാക്കിയെന്ന് പറഞ്ഞ് എനിക്കെതിരെ ഞാൻ പോലും അറിയാതെ ചെയ്തതാണ്. ഞാനിപ്പോൾ 28 മുതൽ കാർ ആക്സിഡൻറ്റിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റാണ്. ഞാൻ ഇന്നലെ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന, അതായത് എക്സിബിഷൻ ഗ്രൂപ്പിൽ ജോലി ചെയ്യുന്നവർക്ക് വേണ്ടി എനിക്ക് എന്തെങ്കിലും സഹായം, 3 ഓപ്പറേഷൻ എനിക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എൻ്റെ ഈ സാമ്പത്തികം കുറവാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഓപ്പറേഷന് വേണ്ടിയിട്ട് എൻ്റെ ഈ ഫോട്ടോ ഞാനെടുത്ത് എൻ്റെ ഈ കൈ മാത്രമല്ല ഈ കൈയുടെ മുറിവ് ഉൾപ്പെടെ ഞാനെടുത്ത് ഫോട്ടോ ഇട്ടായിരുന്നു. അത് ഞാൻ എൻ്റെ എക്സിബിഷൻ ഗ്രൂപ്പിൽ ഇട്ടതാണ്. ആ ഗ്രൂപ്പിൽ ഇട്ടപ്പോഴത്തേക്കാണ് ഇതിൽ നിന്ന് ആരോ എടുത്തിട്ടാണ് എന്നെ ഈ ഫോട്ടോ എടുത്തിട്ട് ഈ ജോർജ് എന്ന് പറഞ്ഞ ഈ നമ്മുടെ വയനാട് ഒരു പാല് കൊടുക്കുന്ന കേസിൽ എന്തോ ഒരു വിഷയം വന്നത്, അത് കൊടുക്കാൻ അവർക്കും അവനും വേണമെന്ന് പറഞ്ഞ് ആ ജോർജ് കുട്ടി എന്നുള്ള പേരിൽ എന്നെ വരാനും പറയാൻ ഈ ഫോട്ടോ എടുത്തിട്ട് ഞാനല്ല, എന്നെ വെറുതെ തേജോധം ചെയ്യൽ. എനിക്കൊരു കുടുംബമുണ്ട്, എനിക്കൊരു കൊച്ചുണ്ട്. ഞാൻ ഈ നാട്ടിലെ സമൂഹത്തിൽ ജീവിക്കുന്ന ഒരാളാണ്. ഇപ്പം തന്നെ ഈ പാവപ്പെട്ട മനുഷ്യന് ഒരു സർജറിക്ക് വേണ്ടി സഹായം അഭ്യർത്ഥിച്ച ഒരു ഗ്രൂപ്പിലിട്ട ഫോട്ടോയാണ്. അദ്ദേഹത്തിൻ്റെ ആ മുലപ്പാലിൻ്റെ എനിക്ക് വേണമെന്ന് പറഞ്ഞ കേസിലുള്ള ആ പ്രതിയാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ഈ ഫോട്ടോ എടുത്ത് ഇട്ടിരിക്കുകയാണ് സമൂഹ മാധ്യമങ്ങളിൽ. ഇത് നമ്മുടെ ഇടയിൽ നിൽക്കുന്ന ഒരു നന്മമരം ചെയ്തതാണ്. ആ നന്മമരം ഏതാണെന്ന് നമുക്ക് ഇതുവരെ അറിയത്തില്ല. പക്ഷേ ഇതുപോലെ ചെയ്ത ഒരു കാര്യമാണ്. ഇയാൾക്ക് ഇങ്ങനെ ഒരു ശിക്ഷ കൊടുക്കുന്നുണ്ടെങ്കിൽ അതേ ശിക്ഷ തന്നെ ഈ പറയുന്ന നന്മമരത്തിന് അർഹതപ്പെട്ടതാണ്. കാരണം ഇദ്ദേഹം എന്തുമാത്രം ടോർച്ചർ അനുഭവിച്ച് ഇങ്ങനൊരു ഫിസിക്കലി വയ്യാതിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ അദ്ദേഹം ദയനീയമായിട്ട് വന്ന് ഇങ്ങനൊരു വീഡിയോ ചെയ്ത് സമൂഹത്തെ ബോധിപ്പിക്കേണ്ടി വരികയാണ് ഞാനിത് ചെയ്തിട്ടില്ല എന്ന്. ഇങ്ങനെ ഒരു അവസ്ഥ നമ്മളിൽ ആർക്കെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ആ സമയത്തുള്ള നമ്മുടെ മാനസിക അവസ്ഥ എന്തായിരിക്കും? അതുകൊണ്ട് നന്മമരങ്ങൾ അധികം വളരരുത്. തിരുത്തേണ്ടത് തിരുത്തുക. അതിൻ്റെ പുറകിന് നടന്നിട്ട് മനുഷ്യരെ നശിപ്പിക്കുന്ന പോലെ തിരുത്താൻ നിൽക്കാതിരിക്കുക. കാരണം ആർക്കും തെറ്റുപറ്റാം. ശരി.